ഫ്രണ്ട്സ്, നമുക്കിന്ന് പൊട്ടാറ്റോ KFC ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം. നമ്മൾ തൊലി കളഞ്ഞ് നല്ല കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു ഫ്രഞ്ച് ഫ്രൈസ് രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒത്തിരി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഉപ്പിട്ട് അടുപ്പിൽ വയ്ക്കാം. ഈ ഉപ്പിട്ട വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് തിളച്ചാൽ മതി, നല്ല വേവിക്കണ്ട, ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ അങ്ങ് കോരിയെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് മൈദ എടുക്കാം. ഈ മൈദയും അതിനുശേഷം ആവശ്യത്തിന് മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്താൽ മതി കേട്ടോ. നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. കൈ വെച്ചൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം തിരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുക്കാം. കൈ വെച്ചൊന്ന് മിക്സാക്കിയാൽ മതി കേട്ടോ. എല്ലാം ഒന്ന് നമ്മൾ ദോശയ്ക്ക് മാവ്, ഗോതമ്പ് ദോശയ്ക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ നല്ലോണം കുഴച്ചെടുക്കാം. ഇങ്ങനെ ഒരു തിളയാകുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം നിർത്തി കൊടുക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തേക്ക് നമുക്ക് അല്പം മൈദാപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പാത്രത്തിൽ മൈദ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്പം മതി കേട്ടോ. ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഉപ്പിടാം. ഞാനിപ്പോൾ ഈ ബാറ്ററിൽ ഉപ്പ് കൂടിപ്പോയതുകൊണ്ട് ഞാൻ വലിയ ഉപ്പിടുന്നില്ല. എന്നിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കാം. ശേഷം ഇതൊന്ന് നമുക്ക് ഊറ്റിയെടുക്കാം. അവിടെ ഊറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു വേവിൽ മാത്രമേ നമ്മൾ വേവിക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഫ്ലെയിമിൽ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ സമയം ചൂടുന്ന സമയം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലിട്ട് നല്ല മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ ഈ മൈദമാവിൽ ഇട്ട് നമുക്ക് എണ്ണ ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. എല്ലാം അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് കൈ വന്ന് എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ തീർന്നിരിക്കുന്നത്. സോസിൻ്റെ കൂടെ കൂട്ടി തിന്നാൻ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.